ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പണി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കോട്ടയക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കാനായാലും സ്വാഭാവികമായിട്ടും ഈ ഒരു പോക്ക്. അങ്ങനെ ഞങ്ങൾ കോട്ടക്കിൽ എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് തന്നെയുള്ള ഒരു അവ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അവിടേക്കാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ഉറപ്പിച്ച് വന്നതാണ് അങ്ങോട്ട് തന്നെ പോകാച്ചിട്ട്. കാരണം അടിപൊളി കളക്ഷൻസ് ആട്ടോ അവിടെ. വെസ്റ്റേൺ വെയർസിനൊക്കെ നല്ല അടിപൊളിയാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ ഈ ഷോപ്പ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഏതെടുക്കണമെന്ന് നന്നായിട്ട് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കിട്ടിയ ബസ്സിലും കയറ്റി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ റമദാൻ മാസത്തിൽ വല്ലാതെ തന്നെ നടക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ക്ഷീണക്കാരം. അങ്ങനെ വീട്ടിലൊക്കെ എത്തി നോമ്പറക്കാനൊക്കെ ആയപ്പോൾ ചട്ടിയും കലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വാർപ്പിൻ്റെ മുകളിൽ നിന്നാണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര രസമാട്ടോ. കാരണം ഭയങ്കര കാറ്റും ഒക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ കാരയ്ക്കും പൈനാപ്പിൾ ജ്യൂസൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത്. അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുരക്കിടായിട്ട് ചട്ടിപ്പത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ഫ്രൂട്ടായിട്ട് പത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് ഇതാ തരിക്കഞ്ഞി. എല്ലാ നോമ്പിനും മുടങ്ങാണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഇത് മാത്രമാണ് കേട്ടോ. അത് ഇപ്പാക്കും ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതുണ്ടായിരുന്നു. പിന്നെ ചായൻ്റെ കൂടെ പൂളിയും ബീഫും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.